ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കീമിൻ്റെ ഒരുപാട് പേര് കാത്തിരുന്നിരുന്ന മോപ്പപ്പിൻ്റെ പറ്റിയുള്ള വിജ്ഞാപനം വന്നിരിക്കുകയാണ് കേട്ടോ. സിഇയുടെ ഭാഗത്തുനിന്നും നമുക്കപ്പോൾ എന്താണ് വിജ്ഞാപനം നോക്കാം. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 2020 ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ്. വിദ്യാർത്ഥികൾ പുതുതായി ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോളേജുകളിലെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡും എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളുടെ കാര്യം മാത്രമാണിത്. 2020-21 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായുള്ള മോപ്പപ്പ് അലോട്ട്മെൻറ്റിലേക്കായി വിദ്യാർത്ഥികൾ 2020 നവംബർ 16 മുതൽ നവംബർ 17 വൈകിട്ട് 3 മണി വരെ, അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് സമയം വളരെ കുറവേ ഉള്ളൂ. അതായത് നാളെ വൈകിട്ട് 3 മണി വരെയുള്ളൂ പുതുതായ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. നല്ല സമയം. ഒഴിവുകൾ നികത്തുന്നതിനായി നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം കീമിൻ്റെ, പ്രോസ്പെക്ടസ് ക്ലോസ് 6 പ്രകാരം യോഗ്യത നേടിയിട്ടുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം സ്വാശ്രയ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് കുറേ പേരുടെ ഡൗട്ടായിരുന്നത്, പ്രൈവറ്റിൽ കേട്ടവർക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം സർക്കാർ എയ്ഡഡ് ഓർ സർക്കാർ നിയന്ത്രിത കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടാൻ കഴിയാത്തതോ പ്രവേശനം നേടിയതിന് ശേഷം വിടുതൽ വാങ്ങിയതോ ആയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അലോട്ട്മെൻറ്റൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഒഴിവുള്ള സീറ്റുകളിൽ പരിഗണിക്കപ്പെടാൻ പുതുതായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പ്രവേശനം സർക്കാർ കോളേജിൽ പ്രവേശനം കിട്ടിയവർക്ക് ചെയ്യാം. അവർക്ക് ഇനി പ്രവേശനം കിട്ടിയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നേടാൻ കഴിയാത്തവർക്കായാലും അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ പ്രവേശനം നേടിയതിന് ശേഷം വീണ്ടും ക്യാൻസൽ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തവർക്കും വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേസമയം അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രൈവറ്റ് കോളേജുകളിൽ കിട്ടിയവർക്ക് മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സർക്കാർ എയ്ഡഡ് കോളേജുകൾ നിലവിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് മാറ്റി ലഭിക്കുന്ന പക്ഷം നിലവിലെ അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതാണ്. ഗവൺമെൻറ് കോളേജിലെ മോപ്പപ്പ് വഴി അലോട്ട്മെൻറ്റ് കിട്ടുന്നവർക്ക് നേരത്തെ ഉള്ള അലോട്ട്മെൻറ്റ് ക്യാൻസലായി പുതിയ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതാണ്. നിലവിൽ പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് അലോട്ട്മെൻറ്റ് മാറ്റി ലഭിക്കുന്ന പക്ഷം പുതുതായി ഒഴിവരുന്ന സീറ്റുകളും ഈ അലോട്ട്മെൻറ്റിൽ തന്നെ നികത്തപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടാൻ താല്പര്യമുള്ള എല്ലാ കോഴ്സുകളിലേക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. താല്പര്യമുള്ള എല്ലാത്തിലും ഓപ്ഷൻസ് കൊടുക്കുക. ഇനി ചിലപ്പോൾ അങ്ങനെ ഇതിനുള്ള ചാൻസ് കിട്ടിയെന്ന് വരില്ല. വിദ്യാർത്ഥികളുടെ നിലവിലെ ഓപ്ഷനുകൾ ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നില്ല. ഇതുവരെ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും ഇനി വാലിഡ് അല്ല. പുതിയതായി ഓപ്ഷൻസ് കൊടുക്കുന്നത് പുതിയ ഇതാണിത്. ഇപ്പോൾ ഓപ്ഷൻസൊക്കെ പുതുതായി തന്നെ കൊടുക്കണം. നിശ്ചിത സമയത്തിനകം ഓൺലൈൻ ഓപ്ഷനുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ പരിഗണിക്കുള്ളൂ. അലോട്ട്മെൻറ്റിൽ 16-ാം തീയതി, അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വെബ്സൈറ്റ് സജ്ജമാകുന്നു. 17-ാം തീയതി വൈകിട്ട് വരെയാണ്, അതായത് 3 മണി വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം അവസാനിക്കുന്നത്. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റ് 18-ാം തീയതി തന്നെ ഉണ്ടാവും. 20-ാം തീയതി 4 മണി വരെയാണ് കോളേജിൽ പ്രവേശനം നേടുന്നതിനുള്ള അവസാന തീയതി. അപ്പോൾ മോപ്പപ്പ് അലോട്ട്മെൻറ്റിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നേരത്തെ കണ്ട പോലെ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സിഇയുടെ സൈറ്റിലെ കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് തങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ ലഭ്യമായ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് 16 മുതൽ 17 വൈകിട്ട് 3 മണി വരെ ഓൺലൈനായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മോപ്പപ്പ് ഘട്ടത്തിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൊടുക്കേണ്ടതായുള്ള ഫീസ് ഓൺലൈനായോ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേന ഒടുക്കിയ ശേഷം പ്രോസ്പെക്ടസ് ക്ലോസ് 11.7.1 പ്രകാരമുള്ള അസൽ രേഖകളുമായി
20/11/2020 വൈകിട്ട് 4 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട കോളേജിൽ ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ്. അതായത് ഈ സമയത്ത് വെർച്വൽ അലോട്ട്മെൻറ്റ് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, നേരിട്ട് തന്നെ കോളേജിൽ പോയി ഹാജരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ സമയത്ത് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ പ്രകാരം ബാക്കി ട്യൂഷൻ ഫീസ്, ഡെപ്പോസിറ്റ്, മറ്റ് ഫീസുകൾ ഒടുക്കേണ്ടതുണ്ടെങ്കിൽ അവ കോളേജിൽ ഒടുക്കേണ്ടതാണ്. അതായത് നേരിട്ട് ഓൾറെഡി അലോട്ട്മെൻറ്റ് എടുത്തവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല ബാലൻസ് ഉണ്ടെങ്കിലോ ഒക്കെ ഫീയും സർട്ടിഫിക്കറ്റും ഒക്കെ ചെയ്യാം കൊടുക്കാം നേരിട്ട് തന്നെ. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC/ST OEC എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളോ പിന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഈ പറയുന്ന ഗവൺമെൻറ് ഓർഡർ 26/2005 പ്രകാരം എന്ന ഗവൺമെൻറ് ഓർഡർ സർക്കാർ ഉത്തരവനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, ശ്രീചിത്ര ഹോം, നിർഭയ ഹോം, ജുവനൈൽ ഹോം അന്തേവാസികൾ എന്നിവർ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടാത്ത കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട്. പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അതത് കോളേജ് പ്രിൻസിപ്പൽമാർ അംഗീകരിച്ച് 20-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന സമർപ്പിക്കേണ്ടതാണ്. പിന്നെ കുറിപ്പ്: സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോളേജുകളിൽ 20 വൈകിട്ട് 4 മണിക്ക് ശേഷം ഒഴിവുകൾ നിലനിൽക്കുന്നുവെങ്കിൽ അത് ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നൽകിയ അതേ ഓൺലൈൻ ഓപ്ഷനുകൾ പരിഗണിച്ച് നടത്തുന്ന ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ വഴിയോ നികത്തുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് വിശദമായ വിജ്ഞാപനം പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും സർക്കാർ ഉത്തരവുകളും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് മോപ്പപ്പിനെ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം. എന്നിട്ട് സമയധികമില്ല, നാളെ വൈകിട്ട് 3 മണി വരെ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായി ഞാൻ വരാം. അതുവരേക്കും ബൈ.